ഞാൻ ചെറുതാവുമ്പോഴും ഇപ്പോഴൊക്കെ എനിക്ക് പുതിയ ഡ്രസ്സോ ബാഗോ ഷൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അതന്നെ ആയിരിക്കും ഇടൽ. കാരണം എന്തോ അതിൻ്റെ ആ ഒരു പുതുമ പോകുന്നത് വരെ എനിക്കതന്നെ ഇടണം. അതേപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ 3 മക്കളും. ആദ്യമൊക്കെ എൻ്റെ അമ്മ അങ്ങനെ പറയുമ്പോൾ ഞാനത് സമ്മതിച്ചു കൊടുക്കലേ ഇല്ല. പക്ഷെ ഇപ്പം എൻ്റെ 3 മക്കളെ അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡത്. അവളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പർദ്ദ വാങ്ങിയിട്ടുണ്ടേനു. അത് നിസ്കരിക്കുമ്പോൾ ഇടാൻ വാങ്ങിയതാണ് കാര്യമായിട്ട്. പക്ഷേ ആക്കത് പുറത്ത് പോകുമ്പോൾ ഇടാഞ്ഞിട്ടൊരു ഭയങ്കര ഒരു പൊറുതിക്കേട്. അപ്പം എന്നോട് 2-3 പ്രാവശ്യം ചോദിച്ച് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടട്ടേന്ന്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഏതായാലും ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വേഗം പോയി വേഗം വരാനല്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ നന്നായി ഇട്ടോന്ന്. പക്ഷേ ഹെസ പർദ്ദ ഇട്ടപ്പോഴാണ് ഒരാളെ മുഖം വാടിയത്. ഓനക്ക് കഴിഞ്ഞ 2 തവണ തോപ്പ് നോക്കിയപ്പോഴും ഓൻ്റെ സൈസ് കിട്ടിയിട്ടില്ലേനു. അപ്പോൾ ഇന്ന് എന്തായാലും ഫുഡ് കഴിച്ച് വരുമ്പോൾ തോപ്പ് വേണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ പിന്നെ പാവല്ലേ ഹെസക്ക് ഏതായാലും പർദ്ദ വാങ്ങിക്കൊടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ച് വരുമ്പോൾ തോപ്പൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് ഓനക്കൊരു സമാധാനമായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് റൊമാൻസിയയിലേക്കാട്ടോ. അതും എൻ്റെ ഇസാന് കുറേ ദിവസമായി പറയണം ഓനക്ക് റൊമാൻസിയത്ത് മദ്ബി റൈസ് കഴിക്കണമെന്ന്. ഓനക്ക് ആ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. പക്ഷെ എനിക്കത് വലിയ ഇഷ്ടമില്ല. ഇതാണ് കേട്ടോ എൻ്റെ മദ്ബി റൈസ്, വൈറ്റ് റൈസ്. ഓനക്ക് ഈ റൈസിൽ കുറേ മസാല ഉള്ളതും അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് കുറച്ച് മസാല ഒക്കെ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മക്ലൂബ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ. അതിൽ മൊത്തം ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ റൈസ്. ഇവിടെ വന്നാൽ പിന്നെ കുനാഫ കഴിക്കൽ അത് നിർബന്ധമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞിട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഇസാൻ്റെ മനസ്സ് നിറയണമെങ്കിൽ ഓനക്ക് തോപ്പും കൂടി വാങ്ങണം. ഇനിയിപ്പോൾ തോപ്പ് വാങ്ങാൻ പോകണം.